ഗുഡ് മോർണിംഗ് മക്കളെ. ഇന്ന് നമുക്ക് സർക്കിളുമായിട്ട് ചെയ്യാം. കാരണം എന്താണെന്നറിയാമോ, സർക്കിളിൽ വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നു. അപ്പം നിങ്ങൾക്കൊന്നും മിസ്സാകരുത്, അതുകൊണ്ടായിട്ടോ. നോക്കാം. ഇൻ ദ ഫിഗർ O ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. വാട്ട് ഈസ് റേഡിയസ്? നിങ്ങൾ എപ്പോഴും ഒറ്റയടി ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എക്സാം എഴുതരുത്. നിങ്ങൾ 2 തവണ ക്വസ്റ്റ്യൻ വായിക്കണം. ചിലപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ പ്രാവശ്യം വായിക്കുന്ന അതല്ലായിരിക്കും നിങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അപ്പം ഇരുത്തി വായിക്കണം, ക്വസ്റ്റ്യൻസ് ഇരുത്തി വായിക്കണം കേട്ടോ. O is the center of the circle ആണ്. ആൻഡ് x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25. ഒന്ന് നോട്ട് ചെയ്തേ. x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 ഇസ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. ഈ സർക്കിളിന്റെ ഇക്വേഷൻ പറഞ്ഞിരിക്കുകയാണ്. x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ 25. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റേഡിയസ്? നിങ്ങൾ പറ. ഒറ്റയടിക്ക് ഒന്ന് കാൽക്കുലേഷൻ ഒന്നും ഇതിനകത്തുനിന്ന് കിട്ടി. എങ്ങനെ കിട്ടി? നമുക്കറിയാം ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത്, ഇപ്പൊ സെന്റർ ഒറിജിൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്, അല്ലേ? ഇത് സെന്റർ ഒറിജിൻ ആണെങ്കിൽ. അല്ലെങ്കിലോ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇത് 2 പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. എങ്ങനെ വന്നാലും ഇവിടെ കിടക്കുന്നത് എന്താണ്? ആർ സ്ക്വയർ ആണ്, അല്ലേ? അപ്പൊ നോക്കിയാൽ ഇതാണ് ഇക്വേഷൻ തന്നിരിക്കുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25. അതിന്റെ അർത്ഥം ഇതെന്താണ്? ഇത് ആർ സ്ക്വയർ ആണ്, ആണോ? അപ്പം ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25. therefore ആർ ഇസ് ഈക്വൽ ടു, അല്ലേ? സ്ക്വയർ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യുന്നു? റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. 25ന്റെ റൂട്ട് എത്രയാ? 5 യൂണിറ്റ്. നോക്കിയാൽ എത്ര പെട്ടെന്ന് ആൻസർ കിട്ടിയെന്നേ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അന്തിച്ചിരിക്കും, ദൈവം എവിടെ നാറ്, ഇവിടെ ഒന്നും ഇല്ലല്ലോ, വാല്യൂസ് ഒന്നും ഇല്ലല്ലോ എന്നോർത്ത് ഇരിക്കല്ലേ കേട്ടോ. കിട്ടിയില്ലേ? സന്തോഷമായില്ലേ? ഓക്കെ, നമുക്കിനി അടുത്ത ഭാഗം നോക്കാം. റൈറ്റ് ദ ഇക്വേഷൻ whose center is origin and radius is 3. അപ്പൊ ഇവിടെ സെന്റർ തന്നിട്ടുണ്ട്, ഒറിജിൻ ആണ്. സെന്റർ ഒറിജിൻ എന്ന് പറയുമ്പോൾ എന്നാണ്? 0 0. ഇവിടെ റേഡിയസും തന്നിട്ടുണ്ട് 3. ഇക്വേഷൻ നമുക്കറിയാം. സെന്റർ ഇപ്പൊ ഞാൻ പറഞ്ഞോളൂ. എന്താണ് ഫോർമുല? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആണല്ലോ. അപ്പൊ എക്സും വൈയും എന്ന് പറയുന്നത് ഇസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ ആൻഡ് നമ്മുടെ എയും ബിയും സെന്റർ ഓഫ് ദ സർക്കിൾ ആണ്. ഇക്വേഷൻ എഴുതുന്ന കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല, ആർ മാത്രം ചേർത്താൽ മതി. നമുക്ക് റേഡിയസ് കിട്ടിയായിരുന്നു. ഇപ്പൊ അല്ല സോറി, ഇവിടെ റേഡിയസ് വന്നിട്ടുണ്ട് അല്ലേ? സോറി, 3 വന്നിട്ടുണ്ട്. അപ്പൊ എന്നാ എഴുതുക? 3 സ്ക്വയർ, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9. ഇറ്റ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാം. ഈസി ആയിട്ട് 2 മാർക്ക്. ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഈസി ആയിട്ട് 2 മാർക്കും മേടിക്കാം. ഓക്കെ, എല്ലാവരും ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.